Good afternoon, children. So, we finished the lesson why we need a skeleton. നിങ്ങൾ എല്ലാവരും ഇന്ന് തന്ന പോയിന്റ്സ് കോപ്പി ചെയ്തിട്ടുണ്ടാവും ബുക്കിലെന്ന് വിചാരിക്കുന്നു. എന്തിനാ പോയിന്റ്സ് തന്നത് എന്നുള്ളത് സെയിം വീഡിയോയിൽ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ ആ ലെസണിൽ പഠിച്ചത് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ആ വീഡിയോ കേൾക്കുകയും ചെയ്യുക, ഒപ്പം ബുക്ക് വായിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Hope you all understood that. ഇന്ന് ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ സെയിം ലെസണിന്റെ വൈ വി നീഡ് എ സ്കെലിട്ടൺ എന്നുള്ളത് അതിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ടീച്ചർ. ഞാൻ ആൻസർ തരുന്നില്ല, എനിക്ക് നിങ്ങളുടെ ആൻസർ ആണ് വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് നിങ്ങൾക്ക് അറിയണ ഭാഷയിൽ എഴുതിക്കോളൂ, നിങ്ങൾക്ക് അറിയണ പോലെ നിങ്ങളുടെ ആയിരിക്കണം എന്ന് മാത്രം. ഒരു ഹെൽപ്പും വേണ്ട, കാരണം നമ്മൾ ഇത്ര ദിവസമായിട്ട് സെയിം ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഓരോരോ പോയിന്റ് ആയിട്ട് ചെയ്തു, അത് കഴിഞ്ഞ് അതിന്റെ കൺക്ലൂഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ വേറെ ഹെൽപ്പ് വേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്താണോ ആൻസർ എന്ന് തോന്നണത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യനേ തന്നെയുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോട്ട് എഴുതാം, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. പിന്നെ ഇത് സയൻസ് റെക്കോർഡ് നോട്ട്ബുക്കിലാണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. ഹെഡിങ് കൊടുക്കേണ്ടത് വൈ വി നീഡ് എ സ്കെലിട്ടൺ, ദെൻ റൈറ്റ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, സോ our skeleton supports our body. It makes a strong frame inside the body. It gives our body shape and makes it firm. Our skeleton also protects organs inside our body. So, why skeleton is important? It is a strong and hard frame that supports our body from inside. Because of skeleton, we have a definite shape. Okay, not only that, skeleton protects our internal organs also. We know that skeletons are made of bones. Bones are very hard and strong. Okay, so we need a skeleton. Understood? We grow and get bigger because our skeleton grows. We begin to grow at birth. Our bones get longer and thicker each year. When we are about 18 to 20 years old, our bones stop growing. Because our skeleton grows, we also grow. If our skeleton didn't grow, we are just a blob of flesh, blood and water. നമുക്ക് സ്കെലിട്ടൺ ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല. നമ്മൾ വെറുതെ കുറെ ഫ്ലഷ് മാംസവും ബ്ലഡ് ചോരയും ഫ്ലൂയിഡ് ബോഡിയിൽ ബ്ലഡ് മാത്രമല്ല ബോഡി ഫ്ലൂയിഡും ഉണ്ട്, അതെല്ലാം കൂടിയുള്ള ഒരു മാംസപിണ്ഡം പോലെയോ. ബിക്കോസ് ഓഫ് ദിസ് സ്കെലിട്ടൺ വി ക്യാൻ സ്റ്റാൻഡ് ഇറക്റ്റ് ആൻഡ് സ്കെലിട്ടൺ മേക്സ് അവർ ബോഡി ഫേം. സ്കെലിട്ടൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കാനും ഈ ഒരു ഷേപ്പ് കിട്ടണത്. The skeleton helps our body movement also. We know that there are more than 300 bones for a child. As a child grow up, some of these bones fuse together and there are 206 bones for an adult. Okay, so we need skeleton because it supports our body and it protects our internal organs. Skull protects brain and gives shape to our face. Ribcage protects heart and lungs. It also protects or supports kidney, liver. Okay. The spine protects our spinal cord and it helps us to stand erect and it helps in our body movements. The limb bones, that is arm bones and leg bones, help us lifting, walking, jumping, etc.
Okay, so our bones are of different sizes and shapes because they have different jobs to do. Okay, children. Next, sometimes we fall or have accidents and break our bones. It might break. ഒരു വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ആ എല്ല് പൊട്ടിക്കൊള്ളുന്നില്ല. It might. But we can't see a broken bone with our naked eyes. So we need a help from doctor. How doctors diagnose a bone is broken? X-ray helps to see if a bone is broken or not. Okay, X-rays are photos that let us see inside our body. കാരണം ഈ സ്കിന്നും ഫ്ലഷും നമ്മളുടെ ബോണിനെ കവർ ചെയ്തിട്ടുണ്ട്. അത് ബ്രേക്ക് ആയോ അല്ലേ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരു എക്സ്റേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോണിന് എന്താണ് പറ്റിയിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായി അറിയാൻ പറ്റും. സോ doctors take the help of X-rays to see if a bone is broken or not. ആ ബ്രോക്കൺ ബോൺ ഒരിക്കലും അങ്ങനെ തന്നെ നിൽക്കില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ കറക്റ്റ് പൊസിഷൻ. എന്തുകൊണ്ടാണ് എക്സ്റേ എടുത്ത ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ആ മൊബിലിറ്റി തടയാൻ വേണ്ടിയിട്ടാണ് ബാൻഡേജ് ചെയ്യണതും പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ചെയ്യണതൊക്കെ. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിക്ക് ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആവും. ഓക്കെ, സോ ദ ബ്രോക്കൺ എൻഡ്സ് ഓഫ് ദ ബോൺ slowly grow back together again. In the case of children, the broken bone heals fast because they are growing. അവർ വളരുന്നതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഫാസ്റ്റ് ആയിട്ട് ഹീലിംഗ് നടത്തും. But in the case of adult, it will take a little more time than a child. Understood? So these are the points that we learned in this lesson. അതിന്റെ സമ്മറിയാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ. ഇത് നമ്മൾ 1 വീക്കായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പോയിന്റ്സ് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യന്റെ ആൻസർ ടീച്ചർ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹിയർ സം ക്വസ്റ്റ്യൻസ് ആർ ഗിവൺ. ഫസ്റ്റ് വൺ, നെയിം 3 reasons why a skeleton is important. Second one, which organs did the rib cage protect? Third question, what is a fracture? Fourth one, how can doctors find out if a bone is broken? And fifth question, what is an X-ray? Children, you please listen the video carefully, go through your textbook and answer these questions. Okay, please do in the science record notebook. Heading 1.2, why we need a skeleton. Then subheading, answer the following question. Then write question and write the answer. Write date and day on the margin. Okay, hope you all understood. Please do the instructions given. Take care and stay safe. Have a good weekend also, children. Thank you.